ഹലോ, എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ എന്താ ഇവിടെ കുടിച്ചുകൊണ്ടിരിക്കുന്നത് ഗ്രീൻ ജ്യൂസ് ആണ് കുടിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഗ്രീൻ ജ്യൂസിൻ്റെ ബെനിഫിറ്റ്സും ആരെങ്കിലും എടുക്കാൻ പാടില്ലാത്തതായിട്ടുണ്ടോ എന്നൊക്കെ നമുക്ക് ഇന്നത്തെ ഈ ഷോർട്ട് വീഡിയോയിലൂടെ നോക്കാം. അപ്പം ഞാൻ ഇന്ന് ഇത് ഉണ്ടാക്കിയിരിക്കുന്നത് കുറച്ച് ഇൻഗ്രീഡിയൻസ് വെച്ചിട്ടാണ്. പാലക് സ്പിനച്ച്, ഗ്രീൻ ആപ്പിൾസ്, സെലറി, പിന്നെ ഇംഗ്ലീഷ് കുക്കുംബർ, ഒരു ടേസ്റ്റിന്റെ ഒരു ഇതിന് വേണ്ടിയിട്ട് കുറച്ചും കൂടി ഒന്ന് പാലറ്റബിൾ ആവാൻ വേണ്ടിയിട്ട് ഇഞ്ചിയുടെ ഒരു ചെറിയ കഷ്ണം, പിന്നെ നാരങ്ങ നീര്, പിന്നെ നെല്ലിക്കയുടെ പീസ്, ഇതൊക്കെ ഇട്ടിട്ടാണ് ഇന്നത്തെ ഗ്രീൻ ജ്യൂസ് ഞാൻ ഉണ്ടാക്കിയിരിക്കുന്നത്. ഇത് നമുക്ക് ഡെയിലി കുടിക്കാമോ? നമുക്ക് ശരിക്കും ഒരു എന്താ പറയാ, റിസർച്ച് ബാക്ക് എവിഡൻസ് ഇല്ല. അതുകൊണ്ട് നമുക്ക് എന്താ പറയുക, കോൺഫിഡൻ്റ് ആയിട്ട് പറയാനും പറ്റില്ല നിങ്ങൾക്ക് ഇത് ഡെയിലി കുടിക്കാം എന്നുള്ളത്. പക്ഷെ ഒരു മെഡിക്കൽ അഡ്വൈസ് എന്നുള്ള രീതിയിൽ വീക്ക്ലി ട്വൈസോ ത്രൈസോ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ട്രൈ ചെയ്യാവുന്നതാണ്. അപ്പോൾ നല്ലൊരു ഡീടോക്സ് മെത്തേഡാണ്. ഞാൻ വളരെ റീസെൻ്റ് ആയിട്ടാണ് ഒരു ഡീടോക്സ് വേണം എന്ന് വെച്ചിട്ട് എന്ത് ചെയ്യാം, മരുന്ന് വിട്ടിട്ട് നമുക്ക് നാച്ചുറലി ഫുഡ് അല്ലെങ്കിൽ ഡ്രിങ്ക്സിലൂടെ എങ്ങനെ നമുക്ക് ഡീടോക്സ് ചെയ്യാം ഞാൻ നോക്കിയത്. അപ്പോഴാണ് ഗ്രീൻ ജ്യൂസിൻ്റെ കാര്യം ശ്രദ്ധയപ്പെട്ടത്. അപ്പോൾ ഈ പറഞ്ഞ ഇൻഗ്രീഡിയൻസ് ഒക്കെ തന്നെ കെയിൽ ആവാം, അല്ലെങ്കിൽ പാലക് സ്പിനച്ച് ആണ് നമ്മുടെ നാടൻ ജീരകക്കാട്ടി നല്ലത്. പിന്നെ നെല്ലിക്കയുടെ പീസ്, കുക്കുംബർ, ഹൈബ്രിഡ് കുക്കുംബർ ആവാം, അല്ലെങ്കിൽ ഇംഗ്ലീഷ് കുക്കുംബർ ആവാം. പിന്നെ ഈ ടേസ്റ്റിന് ഞാൻ പറഞ്ഞ പോലെ ഇഞ്ചി, ചെറുനാരങ്ങ നീര് ഒക്കെ യൂസ് ചെയ്യാം. പിന്നെ വേണമെന്നുണ്ടെങ്കിൽ തേൻ ചേർക്കാം, അല്ലെങ്കിൽ സ്റ്റീവിയ, ഷുഗർ ഓൾട്ടർനേറ്റീവ്സ് ഉണ്ടല്ലോ, അതൊക്കെ നമുക്ക് ആഡ് ചെയ്യാവുന്നതാണ്. പിന്നെ ഇതിന്റെ ഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വൈറ്റമിൻ എ ഉണ്ട്, ഗ്രീൻ ലീഫി വെജിറ്റബിൾസ് അല്ലേ, പിന്നെ വൈറ്റമിൻ സി ഉണ്ട്, മിനറൽസ് ഉണ്ട്, പിന്നെ അയൺ കണ്ടന്റ് ഉള്ളതാണ് നമ്മുടെ ഗ്രീൻ ലീഫി വെജിറ്റബിൾസ്. അപ്പോൾ തീർച്ചയായിട്ടും നല്ലൊരു അയൺ സോഴ്സും കൂടിയാണ്. പിന്നെ ഇതിന്റെ ബാക്കി ഹെൽത്ത് ബെനിഫിറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സപ്ലിമെന്റ്സ് അല്ലാതെ ഹാർട്ട് ഡിസീസുകളുടെ റിസ്ക് നന്നായിട്ട് കുറയ്ക്കും. അതായത് ഇപ്പോൾ ബി പി ഉള്ളവരാണ്, അല്ലെങ്കിൽ പാരമ്പര്യമായിട്ട് വീട്ടിൽ ബി പി, അച്ഛനമ്മയ്ക്കും ബി പി ഉണ്ട്, അല്ലെങ്കിൽ കൊളസ്ട്രോൾ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇത് നമുക്കൊരു പ്രിവെൻഷൻ്റെ ഭാഗമായിട്ട് ഡീടോക്സ് എന്നതിനുപരിയായിട്ട് നമുക്കൊരു പ്രിവെൻഷൻ പോലെ നമ്മുടെ ഡയറ്റിൽ ഉൾപ്പെടുത്താവുന്നതാണ്. നേരത്തെ പറഞ്ഞ പോലെ ആഴ്ചയിൽ 2-3 പ്രാവശ്യം. പിന്നെ വേറെ ഒരു ഡ്രോബാക്ക് എന്ന് പറയുന്നത് ഇത് ചിലപ്പോൾ ബ്ലഡ് ഷുഗർ ലെവൽ ഒന്ന് സ്പൈക്ക് ചെയ്തേക്കാം. അപ്പോൾ ഡയബറ്റീസ് ഉള്ളവരൊക്കെ ഒന്ന് ശ്രദ്ധിക്കണം. വീക്ക്ലി വൺസ് ഒക്കെ കുടിച്ചാൽ മതിയായിരിക്കും. വേറെ ഒരു ബെനിഫിറ്റ് എന്ന് പറയുന്നത് ഹെൽത്തി സ്കിന്നിന് നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും. പിന്നെ ഹെയറിന് നല്ലതാണ്. അയൺ കണ്ടന്റ് ഉണ്ടെന്ന് പറഞ്ഞല്ലോ, അപ്പോൾ അനീമിയ വരാതിരിക്കാൻ നല്ലതാണ്. മുടിക്കും കണ്ണിനും ഒക്കെ നല്ലതാണ്. അതേപോലെ വൈറ്റമിൻ എ, ഇതൊക്കെ ഒരു കോമൺ എന്താ പറയുക ബെനിഫിറ്റ്സ് ആണ് വൈറ്റമിൻ എയുടെ അയണിനൊക്കെ അല്ലേ. നമുക്ക് ഇമ്മ്യൂണിറ്റി വരും, ബോണ്ട് സ്ട്രെങ്ത്തിനൊക്കെ നല്ലതാണ്. പിന്നെ മെറ്റബോളിസം കുറച്ചും കൂടി ഇംപ്രൂവ് ആക്കും. അതേപോലെ തന്നെ എന്താ പറയുക, ഫൈബർ കണ്ടന്റ് ധാരാളം ഉള്ള സാധനങ്ങളാണ് ഈ ഗ്രീൻ ലീഫി വെജിറ്റബിൾസ് എന്ന് പറയുന്നത്. അപ്പോൾ അല്ലെങ്കിൽ ഗ്രീൻസ് എന്ന് പറയാം. അപ്പോൾ ഫൈബർ കണ്ടന്റ് ഉള്ളതുകൊണ്ട് നമ്മുടെ ബവൽ മൂവ്മെന്റ്സ് ഒക്കെ നല്ല റെഗുലർ ആയിട്ട് കിട്ടും. അപ്പോൾ കോൺസ്റ്റിപ്പേഷൻ ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നല്ല മാറ്റം വരുത്തും. അപ്പോൾ നിങ്ങൾ എല്ലാവരും പറ്റുന്ന പോലെ ഗ്രീൻ ജ്യൂസ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ബൈ.